തൻ്റെ കാമുകനാണെങ്കിൽ തന്നെ ഉപേക്ഷിച്ച് മറ്റൊരു കൊച്ചു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പോകാൻ പറയുന്ന നായികയാണെങ്കിൽ മറ്റൊരുത്തനെ വാടകയ്ക്കെടുത്തിട്ട് ആ പെൺകുട്ടിയുടെ വെർജിനിറ്റി നഷ്ടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞേക്കും. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ 1989 റിലീസ് ചെയ്ത വാൾമോണ്ട് എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ഈ സിനിമയിലെ കഥ നടക്കുന്നതെന്ന് വെച്ചാൽ 18-ാം നൂറ്റാണ്ടിലെ കാശുകാരിയായിട്ടുള്ള മൊർട്ടോയ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ ചുറ്റിപ്പറ്റിയായിരുന്നു. സിനിമ തുടങ്ങുന്നത് തന്നെ മൊർട്ടോയും അവളുടെ കൂട്ടുകാരിയായിട്ടുള്ള വൊളാഞ്ചസും കൂടെ വൊളാഞ്ചസിൻ്റെ മകളായിട്ടുള്ള 15 വയസ്സുള്ള സിസിലിനെ കാണാൻ വേണ്ടി ഒരു കോൺവെൻറ്റിലെത്തും. സിസിലാണെങ്കിൽ അച്ചടക്കവും അതുപോലെ തന്നെ വിർജിനുമായിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ട് ഇരിക്കാൻ വേണ്ടിയായിരുന്നു അവളെ കോൺവെൻറ്റിൽ കൊണ്ടാക്കിയത്. പിന്നീട് രണ്ടുപേരും ഗ്രീറ്റ് ചെയ്ത ശേഷം സിസിലാണെങ്കിൽ മൊർട്ടോയോട് ചോദിക്കും, അവളുടെ അമ്മയാണെങ്കിൽ ഇവളുടെ കല്യാണം ഉറപ്പിച്ചെന്നൊരു ന്യൂസ് കേട്ടു, ആരെ കൊണ്ടാണ് ഇവളെ കെട്ടിക്കാൻ പോകുന്നതെന്ന് കണ്ടുപിടിച്ചൊന്ന് അന്വേഷിക്കാവുമെന്ന്. പിന്നീട് മൊർട്ടയാണെങ്കിൽ ഈ കാര്യം പോയി വൊളാഞ്ചസിനോട് ചോദിക്കും. അവൾ പറയും പേര് പറയാൻ പറ്റത്തില്ല, പകരം അടുത്ത ദിവസം തന്നെ ആളെ കാണിച്ചു തന്നേക്കാന്ന്. അതിനു മുമ്പ് സിസിലിനെ ആണെങ്കിൽ നല്ലൊരു അച്ചടക്കമുള്ള ഭാര്യയായിട്ട് എങ്ങനെ ജീവിക്കാമെന്ന് മൊർട്ടോയെ പഠിപ്പിച്ചു കൊടുക്കണമെന്നും കൂടെ പറയും. അതുകൊണ്ട് തന്നെ മൊർട്ടയാണെങ്കിൽ സിസിലിനെ വിളിച്ചുകൊണ്ട് ഒരു ഒപ്ര ഹൗസിലേക്ക് പോകും. അവിടെ വെച്ചാണ് മൊർട്ടോയുടെ ഫ്രണ്ടായിട്ടുള്ള വാൾമണ്ടിനെ കാണുന്നതും സിസിലിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതും. വാൾമണ്ട് ആണെങ്കിൽ ഒരു വുമണൈസർ ആയിരുന്നു. അതുകൊണ്ട് ഉടനെ തന്നെ അവനാണെങ്കിൽ സിസിലിനെ വളച്ചെടുക്കാൻ വേണ്ടി നോക്കും. പക്ഷേ മൊട്ടയാണെങ്കിൽ ഉടനെ തന്നെ വാൾമണ്ടിനെ വിളിച്ചുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയിട്ട് പറയും, സിസിലിനാണെങ്കിൽ ഇവളെ പ്രൊട്ടക്ഷൻ ലഭിച്ചിരുന്ന, അതുകൊണ്ട് അവളോട് അങ്ങനെ ഒന്നും കാണിക്കില്ലെന്ന്. അന്നേരമാണ് വാൾമണ്ട് പറയുന്നത് അവനേതായാലും ഉടനെ ഇവിടെ കാണത്തില്ല, അവൻ്റെ ആൻറ്റി ആയിട്ടുള്ള റോസ്മണ്ടിനെ കാണാൻ വേണ്ടി കൺട്രി സൈഡിലേക്ക് പോകാമെന്ന്. പിന്നീട് മൊർട്ടയാണെങ്കിൽ സിസിലിനോട് വന്ന് പറയും, വാൾമണ്ടുമായിട്ട് അങ്ങനെ അടുക്കൊന്നും ചെയ്യല്, അവനാണെങ്കിൽ വുമണൈസർ ആണെന്നും അതുപോലെ തന്നെ കൊച്ചു പെമ്പിള്ളാറെ വിർജിനിറ്റി എടുക്കുന്ന സ്വഭാവക്കാരനാണെന്നും. അന്നേരമാണ് സിസിൽ മുട്ടയോട് ചോദിക്കുന്നത് വാൾമണ്ട് അവളുടെ ലവറാണെന്നും. ഇത് കേട്ട മുട്ടയെ പറയും, ഒറ്റപ്പെട്ട് കഷ്ടപ്പെട്ട് താമസിക്കുന്ന വിധിയോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോ അത്, അവർ തമ്മിൽ വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രമുള്ളതെന്ന്. അന്ന് രാത്രി മുട്ടയാണെങ്കിൽ അവളുടെ രഹസ്യ കാമുകനായിട്ടുള്ള ഗർക്കോറിൻ്റെ കൂടെയായിരുന്നു. അവനാണെങ്കിൽ എല്ലാം കഴിഞ്ഞ് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും ഇവളാണെങ്കിൽ വിടത്തില്ലായിരുന്നു. ഇന്ന് രാത്രി ഇവിടെ തങ്ങാൻ പറയും. പക്ഷെ അവൻ പറയും ചെറിയ തിരക്കാണെന്നും അതുപോലെ തന്നെ 2 ദിവസത്തേക്ക് ബിസി ആയിരിക്കുമെന്നും. പിറ്റേ ദിവസം വൊളാഞ്ചസ് ആണ് ഒരു പാർട്ടി വെച്ച് മുട്ടോനെയും വിളിച്ചുകൊണ്ട് സിസിലിനെ കെട്ടാൻ പോകുന്ന ആളെ പരിചയപ്പെടുത്താൻ കൊണ്ടുപോകും. അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കും അതാണെങ്കിൽ ഇവിടെ രഹസ്യകാമുകനായിട്ടുള്ള ഗർക്കോർ. രണ്ടുപേരും ആദ്യം ഒന്ന് ഷോക്കാണെങ്കിലും അവരമ്മ ആദ്യമായിട്ട് കാണുന്ന പോലെ പരിചയപ്പെടും. മെർട്ടോയ്ക്കാണെങ്കിൽ ഇത് ശരിക്കും വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവൾ ഉടനെ തന്നെ അവനോട് പകരം വീട്ടാൻ വേണ്ടി ചെയ്യുമായിരിക്കും. പിറ്റേ ദിവസം തന്നെ അവളാണെങ്കിൽ വാൾമണ്ടിനെ കാണാൻ വേണ്ടി കൺട്രി സൈഡിലേക്ക് പോകും. ഇതേസമയം വാൾമണ്ട് ആണെങ്കിൽ ടേർബിൾ എന്ന് പറഞ്ഞ് മറ്റൊരു പെൺകുട്ടിനെ വളച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ അവളാണെങ്കിൽ ഓൾറെഡി മാരീഡ് ആയിരുന്നു. അവളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ദൂരെ ഒരു സിറ്റിയിലും പോയേക്കുമായിരുന്നു. അവരാണെങ്കിൽ ഈ അവസരം മുതലെടുത്ത് അവളെ പ്രപ്പോസ് ഒക്കെ ചെയ്യും. പക്ഷേ അവളാണെങ്കിൽ അവളുടെ ഹസ്ബൻഡിനോട് വളരെ റോയലായതുകൊണ്ട് തന്നെ ഇവൻ്റെ പ്രപ്പോസ് ഒന്നും അക്സെപ്റ്റ് ചെയ്യത്തില്ല. അങ്ങനെ ഇവനാണെങ്കിൽ അവളെ എങ്ങനെയും ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി അവിടെ കിടന്ന് ഓരോ കാര്യങ്ങളൊക്കെ കാണിക്കും. അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് മൊർട്ടോയ് വെയിറ്റ് ചെയ്യുന്നത് കാണുന്നത്. ഇവൻ കാര്യം ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ ഗർക്കോർ അവളെ ചർച്ച കാര്യം പറയും. അതുപോലെ തന്നെ അവനോട് പകരം വീട്ടാനായിട്ട് അവനെ അവമാനിക്കണമെങ്കിൽ ഇവന് വുമണൈസിങ് കഴിവ് വെച്ച് സെസൈലിന് വിർജിനിറ്റി എടുക്കണമെന്ന് പറയും. ഇത് കേട്ട അവൻ പറയും അവനാണെങ്കിൽ സെസൈലിനോട് താല്പര്യമില്ല, അവനിപ്പോൾ ടോർവലിനെ പറയാമെന്ന്. ഇത് കേട്ട മോർട്ടോ പറയും അവളൊക്കെ ആണെങ്കിൽ ലോയലായിട്ടുള്ളൊരു പെണ്ണ, അവൾ ഒരിക്കലും ഇവന് വളഞ്ഞു തരത്തില്ലെന്ന്. ഉടനെ വാൾമണ്ട് ആണെങ്കിൽ മോർട്ടോയുടെ ചാലഞ്ച് വെക്കും. ടോർവലങ്ങ ഇവനെ വളഞ്ഞു കഴിഞ്ഞാൽ മോൺട്രോ ആണെങ്കിൽ ഇവൻ്റെ കൂടെ കിടക്കേണ്ടി വരുന്നു, അല്ലാത്ത പക്ഷേ ഇവനാണെങ്കിൽ മോണസ്ട്രിയിലേക്ക് പോയിട്ട് പുരോഹിതനായിട്ട് ജീവിച്ചോളാം. ഇതേസമയം സിസിയിലാണെങ്കിൽ അവളെ മ്യൂസിക് പഠിക്കാൻ വന്ന ഡാൻസനിയുമായിട്ട് പ്രണയത്തിലായിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ അവൾക്കൊരു ലവ് ലെറ്റർ കൊടുത്തിട്ട് പോകും. പിന്നീടാണ് വൊളാഞ്ചസ് വിളിച്ച് മുട്ടയോട് പറയുന്നത് തൻ്റെ മകളുടെ അടുത്ത് ലവ് ലെറ്റർ കിട്ടി, ഇവളെങ്ങനെയും അവളോട് സംസാരിച്ച കാര്യങ്ങളൊക്കെ അവൻ അന്വേഷിക്കാവുന്നു. സിസിലിൻ്റെ അടുത്ത് നിന്ന് മുട്ടയാണെങ്കിൽ അവളുടെ വിശ്വാസം പിടിച്ചു വാങ്ങിയ ശേഷം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കും. ഇവളുടെ ഉള്ളിൽ എങ്ങനെയും ഗർക്കോറിനോട് പകരം വിട്ടണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സിസിലിനെ സപ്പോർട്ട് ചെയ്ത ഉടനെ തന്നെ ഡാൻസനിക്ക് ഒരു കത്ത് എഴുതാൻ വേണ്ടി പറയും. അങ്ങനെ അവളാണെങ്കിൽ ആ കത്തല്ലേ എഴുതും. പിന്നീടാണ് ഇതേ മുട്ടയിൽ വന്ന വൊളാഞ്ചസിനോട് ആ കത്തിരിക്കുന്ന സ്ഥലം പറഞ്ഞു കൊടുക്കുന്നത്. പിന്നീട് വൊളാഞ്ചസ് ആണെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് കത്ത് കണ്ടുപിടിക്കുകയും അതിൽ ഡാൻസനിയുടെ പേരുള്ളതുകൊണ്ട് അവനെ ആണെങ്കിൽ അവിടെ നിന്ന് പുറത്താക്കുകയും ചെയ്യും. ഇത് സിസിലിനെ അന്നേരം വളരെ വിഷമത്തിലാക്കിയെങ്കിലും പിന്നീട് മുട്ടയുടെ സഹായം കൊണ്ട് അവർ തമ്മിൽ കത്തുകൾ കൈമാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു ദിവസം മുട്ടയാണെങ്കിൽ അവർക്ക് രണ്ടുപേർക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറയും. അങ്ങനെ എപ്പോഴത്തേയും പോലെ ഒപ്ര ഹൗസിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും സിസിലാണെങ്കിൽ ഓരോ കാരണം പറഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങും. അവിടെയാണെങ്കിൽ മുട്ടയുടെ സെർവൻസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരാണെങ്കിൽ സിസിലിനെയും കൊണ്ട് ആദ്യം ഒരു റൂമിലേക്ക് പോയി അവൾക്കാണെങ്കിൽ നല്ല ഉടുപ്പുകളെല്ലാം കൊടുത്ത ശേഷം ഡാൻസിനെ രഹസ്യമായിട്ട് ഒളിപ്പിച്ചിരിക്കുന്ന മുറിയിലേക്ക് ആക്കും. പിന്നീട് സെർവൻസ് ആണെങ്കിൽ അവിടെയുള്ളൊരു ചെറിയ ക്വിറ്റെ കൂടെ ഇവർ തമ്മിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടോ നോക്കിക്കൊണ്ടിരിക്കും. എന്നാൽ ഡാൻസിനി ആണെങ്കിൽ വളരെ മാന്യനായിരുന്നു. അവനാണെങ്കിൽ ഇവളെ കല്യാണത്തിന് മുമ്പ് മുതലെടുക്കണമെന്നില്ലായിരുന്നു. അതുകൊണ്ട് അവനാണെങ്കിൽ അന്ന് രാത്രി മുഴുവൻ അവളെ എടുത്ത് മ്യൂസിക്കൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതേസമയം കുറേ സമയമായിട്ടും അവൾ വരാത്തതുകൊണ്ട് വൊളാഞ്ചസിനാണെങ്കിൽ എന്തൊക്കെ സംശയം തോന്നിയിട്ട് മകളെ നോക്കാൻ പോകാമെന്ന് പറഞ്ഞ് പോകും. അന്നേരമാണ് മുട്ടോയ് പെട്ടെന്ന് സെർവൻസിനോട് അവളെ തിരിച്ചു കൊണ്ടുവരാൻ പറയുന്നത്. വെളിയിലൊന്നും നോക്കിയിട്ട് മകളെ കാണാതെ വൊളാഞ്ചസ് പേടിച്ച് വരുമ്പോഴത്തേക്കിനും സിസിയിലാണെങ്കിൽ മുട്ടയോട് കൂടെ ഇരിക്കുന്ന കാണും. അങ്ങനെ അവൾക്കാണെങ്കിൽ തൽക്കാലം സംശയങ്ങളെല്ലാം മാറും. പക്ഷേ അന്ന് രാത്രി വൊളാഞ്ചസിനാണെങ്കിൽ എന്തൊക്കെ പേടിയുണ്ടായിരുന്നു, മകളുടെ വിർജിനിറ്റി നഷ്ടപ്പെട്ടാലെന്ന് ഓർത്തും. അതുകൊണ്ട് അവളെ വീണ്ടും കോൺവെൻറ്റിൽ കൊണ്ടുപോയി ആക്കുന്നതിനെ പറ്റി മുട്ടയോട് സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അവൾ പറയും അതിനേക്കാൾ നല്ലൊരു സ്ഥലം ഇവൾക്കറിയാമെന്ന് പറഞ്ഞ് ഇവളെ കൺട്രി സൈഡിലേക്ക് കൊണ്ടുവന്നതിനെ പറ്റി പറയും. ഇതേസമയം കൺട്രി സൈഡിലാണെങ്കിൽ വാൾമണ്ട് ടോർവലിന് പുറകെ തന്നെയായിരുന്നു. അവനാണെങ്കിൽ അവളെ ഒരു ഹണ്ടിങ് ട്രിപ്പിലേക്ക് വിളിക്കും. അവളാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുമ്പോഴത്തേക്കുമാണ് ഇവൻ നേരെ ഇവളെയാണെങ്കിൽ ഒരു ഡേറ്റിങ്ങിന് കൊണ്ടുവന്നത്. അവിടെയാണെങ്കിൽ ഇവൾക്ക് വേണ്ടി അവൻ്റെ സെർവൻസ് ഒരുപാട് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവൻ പതിയെ സംസാരിച്ച് അവളെ കയറി തൊടാൻ വേണ്ടി നോക്കും. അന്നേരമാണ് ഇവൾ അവൻ്റെ അടുത്തൊന്ന് മാറി നിൽക്കാൻ വേണ്ടി തുടങ്ങുന്നത്. അങ്ങനെ ഇവൻ കുറേ ട്രൈ ചെയ്തിട്ടും അവൾ ഒട്ടും വളയുന്നില്ലെന്ന് കാണുമ്പോഴത്തേക്കും ഇവൻ നിരാശനായിട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കും. അന്നേരമാണ് തൊട്ടടുത്തൂടെ മുട്ടയാണെങ്കിൽ സിസിലിനെയും കൊണ്ട് വരുന്നത് കാണുന്നത്. പിന്നീട് അന്നത്തെ ഉച്ചയ്ക്കുള്ള സമയം ഇവരെല്ലാം കൂടെ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യും.
വാൾമൻ ആണെങ്കിൽ പതിയെ സിസിലിൻ്റെ കൂടെ ചെറിയ ഷോർട്ട് ഫൈറ്റിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. അന്നേരമാണ് ടോറൽ മുട്ടയോട് വാൾമനിനെ പറ്റി ചോദിക്കുന്നത്. അന്നേരം മുട്ടയെ പറയും വാൾമൻ ഒരിക്കലും ഒരു നല്ല ഹസ്ബൻഡ് ആകത്തില്ലെന്ന്. അന്ന് വൈകുന്നേരം ഇതുപോലെ ഡിന്നറിന് മുമ്പ് വാൾമൻ ആണെങ്കിൽ ഓരോ ലേഡീസിനെ ഡാൻസ് കളിക്കാൻ വേണ്ടി വിളിക്കും. അതെല്ലാം കഴിയുമ്പോഴത്തേക്കിനാണ് ടോർവൽ വാൾമനെ വിളിച്ചിട്ട് ഇവൾക്ക് ശരിക്കും അവനോട് ഫീലിങ്സ് ഉണ്ടെന്നും എന്നാൽ അവൾ ഓൾറെഡി മാരീഡ് ആയതുകൊണ്ട് ലോയൽ ആയതുകൊണ്ടും അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് അവളാണെങ്കിൽ വാൾമണിനെ പുറത്താക്കി കഥ അടച്ച് കുറ്റിയിടും. പിന്നീട് വാൾമൻ്റെ മുട്ടോട്ടെടുത്തിട്ട് ചെല്ലുമ്പോഴാണ് അവൾ പറയുന്നത് സിസിലിനെ ഡാൻസ് എനിക്ക് ലവ് ലെറ്റർ എഴുതാൻ വേണ്ടി ഇവനൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ. പിന്നീട് വാൾമനാണെങ്കിൽ സിസിലിൻ്റെ മുറിയിലേക്ക് ചെല്ലും. അവിടെ വെച്ച് ഏതൊക്കെയോ ഒരു സന്ദർഭത്തിൽ രണ്ടുപേരെ മനസ്സിൻ്റെ കൺട്രോൾ പോയി അവിടെ വെച്ച് ബന്ധപ്പെടും. എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് സിസിലാണെങ്കിൽ കരഞ്ഞോട് മുട്ടോടെ അടുത്തേക്ക് വന്നിട്ട് പറയും അവളുടെ വിർജിനിറ്റിയൊക്കെ നഷ്ടപ്പെട്ടു, ഇനി ഡാൻസിനെയും ഗർക്കോറും ഒന്നും ഇവളെ സ്വീകരിക്കത്തില്ലായിരിക്കുന്നു. അന്നേരമാണ് മുട്ട ഇവളോട് പറയുന്നത് അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, ഇവിടെ തൽക്കാലം ഗർക്കോറിനെ കല്യാണം കഴിക്കുക, അതേസമയം ഡാൻസിനെ ഒരു സൈഡ് ലവറായിട്ടും വെക്കാൻ. പിറ്റേ ദിവസം വോളാഞ്ചസ് ആണെങ്കിൽ ആ എസ്റ്റേറ്റിലേക്ക് മകളെ വിളിക്കാൻ വേണ്ടി വരും. അന്നേരമാണ് വാൾമൻ്റെ സിസിലിനെ അത്രയും പ്രായം കൂടി ഒരാളെ കൊണ്ട് കെട്ടിയുന്നതിനെ പറ്റി വോളാഞ്ചസിനോട് ചോദ്യം ചെയ്യുന്നത്. അന്നേരം അവൾ ചോദിക്കും അവളുടെ സൗകര്യങ്ങളൊക്കെ അല്ലേ നോക്കണമെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനാണ് റോസ്മണ്ട് അങ്ങനെയാണെങ്കിൽ അവളുടെ അഭിപ്രായം കൂടെ ചോദിക്കാൻ പറയുന്നത്. സിസിലിനെ വിളിച്ച് അഭിപ്രായം ചോദിക്കുമ്പോഴത്തേക്കും അവൾ പറയുന്നത് അവൾക്ക് ഗർക്കോറിനെ കെട്ടിക്കോളാം, പകരം ഡാൻസനീനെ ലവറോ ആയിട്ട് വെച്ചോളാന്ന്. ഇങ്ങനെ ഒരു ഉത്തരം മകളുടെ അടുത്തുനിന്ന് വരുമ്പോഴത്തേക്കും വോളാഞ്ചസിനെ പേടി തോന്നും. അവളാണെങ്കിൽ ഉടനെ തന്നെ അവളെയും കൊണ്ട് എസ്റ്റേറ്റിൽ നിന്ന് പോകും. ഇതെല്ലാം കഴിഞ്ഞാണ് വാൾമൺ അറിയുന്നത് ടോർവൽ ഉടനെ തന്നെ കൺട്രി സൈഡിൽ നിന്ന് പോകുമെന്ന്. പെട്ടെന്ന് തന്നെ അവനാണെങ്കിൽ ടോർവലിൻ്റെ എസ്റ്റേറ്റിലേക്ക് ചെല്ലും. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും കുറേ നേരമൊക്കെ അവളാണെങ്കിൽ ഇവൻ്റെ ഫീലിങ്സിന് മുമ്പിൽ പിടിച്ചിരിക്കാൻ പറ്റിയെങ്കിൽ പോലും പിന്നീട് അവളാണെങ്കിൽ ഇവൻ പറയുന്നതെല്ലാം കേൾക്കാൻ തുടങ്ങും. അങ്ങനെ അവരാണെങ്കിൽ അവിടെ വെച്ച് ബന്ധപ്പെടും. രാവിലെ ആകുമ്പോഴത്തേക്കും അവളാണെങ്കിൽ അവളുടെ ഹസ്ബൻഡിൻ്റെ പുതിയൊരു ലവർ വന്നതിനെ പറ്റി ലെറ്ററെല്ലാം എഴുതും. പിന്നീട് അവൾ മാർക്കറ്റിലേക്ക് പോയി സാധനങ്ങളും എഴുതി തിരിച്ചു വരുമ്പോഴത്തേക്കും അവിടെ വാൾമണ്ടിനെ കാണുന്നില്ലായിരുന്നു. അവൻ പകരം അവിടെ ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അവൻ പോവാന്നും അതുപോലെ തന്നെ അവനൊരു ചെറിയ തെറ്റ് പറ്റിയെന്നും അവൾക്ക് എപ്പോഴും ലോയലായിട്ടുള്ള ഒരാളാ മാച്ചാണെന്നുമായിരുന്നു ആ ലെറ്ററിലുള്ളത്. ഇതേസമയം വാൾമണ്ട് നേരെ മൊട്ടയുടെ അടുത്തേക്കായിരുന്നു പോകുന്നത്. അവൻ പറയും അവനാണെങ്കിൽ വിറ്റ് ജയിച്ചു, അതുകൊണ്ട് ഇന്ന് രാത്രി മൊട്ടോ ഇവൻ്റെ കൂടെ കിടക്കണമെന്ന്. പക്ഷെ അവളാണെങ്കിൽ അതിനൊന്നും സമ്മതിക്കത്തില്ലായിരുന്നു. അങ്ങനെ ദേഷ്യം വന്ന് അവനാണെങ്കിൽ അവളെ മറിച്ചെടുത്ത ശേഷം അവളോടുള്ള ദേഷ്യത്തിന് നേരെ സിസിലിനെ കാണാൻ വേണ്ടി പോകും. അവനാണെങ്കിൽ അവിടെ ചെന്ന് സിസിലിനോട് പറയും മൊട്ടോയ്ക്ക് ഗർക്കോറിനോടുള്ള പക കൊണ്ടാണ് ഇവളെ കൊണ്ട് ഗർക്കോറിനെ കെട്ടിക്കാൻ നോക്കുന്നതെന്നും അതുകൊണ്ട് ഇവളെ കല്യാണത്തിൽ നിന്ന് കഴിഞ്ഞിട്ട് ഡാൻസേനിനെ തന്നെ വിവാഹം കഴിക്കണമെന്നും അതിനുവേണ്ടി ആദ്യമായിട്ട് വാൾമണ്ട് സിസിലിനോട് ഡാൻസേനിക്ക് ഒരു കത്ത് എഴുതാൻ വേണ്ടി പറയും. ആ കത്തിലാണെങ്കിൽ മുട്ടോയ് പറഞ്ഞിട്ടാണ് ഇവൾ ഗർക്കോറുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചെന്നുള്ള കാര്യങ്ങൾ എഴുതണമെന്ന് പറയും. അന്ന് രാത്രിയാണ് സെർവൻസ് വന്ന് വാൾമണ്ടിനോട് പറയുന്നത് ടോർവലി വെളിയിൽ മഴയത്ത് നനഞ്ഞു നിൽക്കുന്നുണ്ടെന്ന്. ഇവനാണെങ്കിൽ അവളെ അവസ്ഥയെ കാണുമ്പോഴത്തേക്കും സങ്കടം വന്നിട്ട് അകത്തേക്ക് കയറ്റും. പിന്നീട് അന്ന് രാത്രി അവർ ഒരുമിച്ചാണ് കിടന്നതൊക്കെ. ഇവന് ശരിക്കും അവളോട് ഫീലിങ്സ് ഒക്കെ തോന്നി തുടങ്ങിയായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം രാവിലെ അവൻ എഴുന്നേൽക്കുമ്പോഴത്തേക്കും അവളെ ഇവിടെ കാണുന്നില്ലായിരുന്നു. അവൻ പിന്നീട് അവളെ അന്വേഷിച്ച് അവളുടെ എസ്റ്റേറ്റിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് പിടികിട്ടുന്നത് അവളാണെങ്കിൽ അവളുടെ ഭർത്താവായിട്ട് ഒരുമിച്ചെന്നുള്ള കാര്യം. അങ്ങനെ വിഷമത്തിലായ അവനാണെങ്കിൽ അവൻ കൊണ്ടുവന്ന പൂക്കൾ അവിടെ വെച്ച ശേഷം വിഷമത്തോടു കൂടി തിരിച്ചു വരും. പിന്നീട് വാൾമൺ നേരെ മൊട്ടോയുടെ അടുത്തേക്കായിരുന്നു പോകുന്നത്. അവിടെ ചെന്നിട്ട് അവളെ പ്രപ്പോസ് ചെയ്യും, എന്നിട്ട് ഒരുമിച്ച് കല്യാണം കഴിച്ച് ജീവിക്കാന്നൊക്കെ പറയും. പക്ഷേ മെട്ടോയ് പറയും ഇവർ തമ്മിൽ ഒരിക്കലും ഒരുമിച്ച് പോകത്തില്ല, ഉടനെ തന്നെ ഉളകി പോകത്തേ ഉള്ളൂ എന്ന് പറയും. പിന്നീടാണ് നമ്മൾ മറ്റൊരു കാര്യം കൂടെ പറയുന്നത് ഡാൻസേനിയാണെങ്കിൽ ഇവളുടെ ബെഡിലുണ്ടെന്നുള്ള കാര്യം. കാരണം അവനാണെങ്കിൽ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഇവളെ ഭീഷണിപ്പെടുത്താൻ വന്നായിരുന്നു. പക്ഷേ ഇവളാണെങ്കിൽ അവനെ സെഡ്യൂസ് ചെയ്ത് ബെഡിലിട്ടേക്കുവാന്ന് പറയും. ഉടനെ വാൾമൺ ആണെങ്കിൽ ധൃതി വെച്ച് അവിടെ നിന്ന് പോയ ശേഷം സിസിലിനോട് ചെന്നിട്ട് പറയും അവൾ ഉടനെ തന്നെ കൺട്രി വിട്ടു പോകും, അതാകുമ്പോഴത്തേക്കിനും അവൾക്ക് ഇഷ്ടമുള്ള ഒരാളെ ചൂസ് ചെയ്ത് കല്യാണം കഴിക്കാൻ വേണ്ടി പറ്റുമെന്ന്. അന്നേരമാണ് അവൾ പറയുന്നത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അവളാണെങ്കിലുള്ള സത്യങ്ങളെല്ലാം അവളുടെ അമ്മയോട് പറഞ്ഞത്. ഉടനെ തന്നെ അവളുടെ അമ്മ വന്ന് ഇവനെ അവിടെ നിന്ന് പുറത്താക്കും. അങ്ങനെ ഓരോ നേരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വാൾമണ്ട് വീട്ടിൽ വരുമ്പോഴത്തേക്കിനുമാണ് ഡാൻസിനിയുടെ ആളുകൾ വന്ന ഒരു ലെറ്റർ കൊടുക്കുന്നത്. അതിൻ്റെ അകത്താണെങ്കിൽ ഡാൻസിനി ഇവനെ ഒരു സ്പോട്ട് ഫൈറ്റ് ചാലഞ്ചിന് വിളിച്ചേക്കുന്നതായിരുന്നു. അവനാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യും. അതിനുശേഷം അവനാണെങ്കിൽ വൈകുന്നേരം ബാറിലേക്ക് പോയിട്ട് ശരിക്കും ഡ്രങ്ക് ആവും. പിന്നീട് അവൻ ഡാൻസിനിയുമായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി ചെല്ലും. അന്നേരമാണ് ഡാൻസിനി പറയുന്നത് ഇങ്ങനെ ഡ്രങ്കായിട്ടുള്ള ഒരാളുടെ കൂടെ യുദ്ധം ചെയ്യാൻ അവനില്ല, പകരം ഇവനാണെങ്കിൽ ഇവൻ്റെ ലവറിൻ്റെ വിർജിനിറ്റി എടുത്തതിൻ്റെ പേരിൽ മാപ്പ് പറഞ്ഞാൽ മതി, ഇവൻ ക്ഷമിച്ച് വിട്ടേക്കാന്ന് പറയും. അന്നേരമാണ് വാൾമണ്ടാണെന്നും കേൾക്കാതെ അറിഞ്ഞുകൊണ്ട് തന്നെ ഡാൻസിനെ ആക്രമിക്കാൻ വേണ്ടി വരുന്നത്. അങ്ങനെ സെൽഫ് ഡിഫൻസിന് വേണ്ടി മറ്റു വഴിയൊന്നുമില്ലാതെ ഡാൻസിനിക്കാണെങ്കിൽ അവനെ കൊല്ലേണ്ടി വരും. പിന്നീട് അവൻ്റെ സംസ്കാര ചടങ്ങിലാണെങ്കിൽ അവനെ സ്നേഹിച്ച് ഓരോ പെണ്ണുങ്ങളും വരും. പക്ഷേ ടോർവൽ മാത്രം വന്നിട്ടില്ലായിരുന്നു. അതെല്ലാം കഴിഞ്ഞാണ് സിസിലി എന്നിട്ട് വാൾമണ്ടിൻ്റെ അമ്മായിയായിട്ടുള്ള റോസ്മണ്ടിനോട് പറയുന്നത് അവളാണെങ്കിൽ വാൾമണ്ട് കാരണം ഗർഭിണിയാണെന്ന്. ഇത് കേൾക്കുന്ന റോസ്മണ്ടിനാണെങ്കിൽ ശരിക്കും സന്തോഷമാവും. അതെല്ലാം കഴിഞ്ഞ് പിന്നീട് സിസിയിലാണെങ്കിൽ ഗർക്കോറിനെ വലിയൊരു ചടങ്ങ് വെച്ച് വിവാഹം കഴിക്കും. ഇതെല്ലാം കണ്ടുകൊണ്ട് ഡാൻസേനിയാണെങ്കിൽ ഒരുപാട് പെണ്ണുങ്ങളുടെ കൂടെ സന്തോഷത്തോടെ ഇരിക്കുമായിരുന്നു. എന്നാൽ മൊട്ടോയി മാത്രം ഒറ്റപ്പെട്ട് സങ്കടത്തോടെ ഇരിക്കും. കാരണം അവൾക്കാണെങ്കിൽ വാൾമണ്ട് നഷ്ടപ്പെട്ടു, ഡാൻസേനി നഷ്ടപ്പെട്ടു, ഗർക്കോറും നഷ്ടപ്പെട്ടു. പിന്നീട് ടോർമലാണെങ്കിൽ വാൾമണ്ടിൻ്റെ കല്ലറയിൽ വന്നിട്ട് പൂ വെച്ചിട്ട് അവളുടെ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്കിനും ഈ സിനിമ അവൾ അവസാനിക്കും.